ഹലോ നമസ്കാരം. പിന്നെ നമ്മളുടെ നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ പറയാൻ പോണത്. അപ്പോൾ നമ്മളുടെ രേവതിയും സച്ചിയൊക്കെ അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുള്ള കുറച്ച് സീനുകളാണല്ലോ ഇപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം പിന്നെ നമ്മുടെ രേവതിയുടെ അമ്മ അങ്ങോട്ട് വരികയാണ് കേട്ടോ സച്ചിനെ കാണാൻ വേണ്ടി. പാവം കുറേ നാളായിട്ട് അവർ വരുന്നില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ കുറേ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ അവരെന്തൊക്കെയോ ഗിഫ്റ്റുകൾ എന്തൊക്കെയൊക്കെ ആയിട്ട് വരികയാണ് സച്ചിക്കും രേവതിക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു താളത്തിലാക്കിയിട്ടാണ് അത് കൊണ്ടുവരുന്നത്. അവർക്ക് നമ്മളെ ചന്ദ്രിക്ക ഒന്നും പിടിക്കണേ ഇല്ല. കാരണം മറ്റവരൊക്കെ ഒരുപാട് പൈസ കൊണ്ടുവറക്കുമ്പോൾ ഇവരൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ കളിയാക്കുക, നീ എന്തിനാ ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നത്, നിന്നോട് ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ പുച്ഛിക്കുകയാണ്. അപ്പോൾ പുച്ഛിക്കുന്ന സമയത്ത് രവിക്ക് ഇങ്ങോട്ട് കയറുന്നുണ്ട് ദേഷ്യം. രവി ചീത്ത പറയുന്നുണ്ട്, അപ്പോൾ നീ ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നിൻ്റെ വീട്ടിൽ നിന്ന് എന്താ കൊടുക്കുന്നുണ്ട് നോക്കിയാണ്, നിൻ്റെ ഈ എന്താണ് 50 പവനും 50 ലക്ഷം രൂപയൊക്കെ കൊടുന്നോ നീ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കളിയാക്കുന്നത് രേവതിയുടെ അമ്മയെ. അപ്പോൾ പിന്നെ രവി എന്നിട്ട് അതിനുള്ള മറുപടി രവി കൊടുക്കുക. അപ്പോൾ നീ കൊടുത്തിട്ടുണ്ടോ, നിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് തന്നിട്ടുണ്ടോ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്? എന്നിട്ട് പിന്നെ ഒന്നും വേണ്ട, ഒരു ഷർട്ടിൻ്റെ തുണിയെങ്കിലും നിൻ്റെ വീട്ടിൽ നിന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇത് പറയാൻ നിൽക്കുന്നത് ചന്ദ്രേ എന്നൊക്കെ ചോദിക്കുന്നത്. നീ നിൻ്റെ കാര്യം ആദ്യം നോക്ക്, വെറുതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ അങ്ങനെ പറയാണ്. അങ്ങനെ ഇപ്പോൾ സച്ചിനെയും പിന്നെ എന്താ പറയുക രവീനെയൊക്കെ കൂടെ നിർത്തിയിട്ട് ഇവർ പാവം ഈ താലത്തോട് കൂടിയിട്ട് അവർക്ക് കൊടുക്കുന്നതൊക്കെയാണ് അതിലിങ്ങനെ പാക്കറ്റുകളൊക്കെ കാണുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട് അവരുടെ കയ്യിൽ കേട്ടോ. മറ്റേ ഇതുപോലെ ചന്ദ്രയുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ശ്രീകാന്തും വർഷമൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും എന്തിനാ അമ്മ ഇതൊക്കെ കൊണ്ടുവന്ന് പറയുമ്പോൾ പറയും ഞാൻ എൻ്റെ അമ്മയെപ്പോലെ അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ഒന്ന് നോക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് പിന്നെ അതൊന്നും അത്ര പിടിക്കുന്നില്ല. സച്ചി അങ്ങനെ പറയുന്നുണ്ട്. കാരണം സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹമാണ് രേവതിയുടെ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്നും സച്ചിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹമാണ് സച്ചിക്ക് അവരോട്. അപ്പോൾ പറയും എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് പറയും. ഇപ്പോൾ അവരും പറയുകയാണ്, എനിക്ക് നീ എൻ്റെ മറ്റേ മരുമകനായിട്ടല്ല മകനായിട്ട് തന്നെ മോനെ നിന്നെ ഞാനും കാണുന്നത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നല്ലൊരു സ്നേഹബന്ധമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചന്ദ്രയ്ക്ക് നല്ലൊരു തിരിച്ചടിയാണ് കിട്ടുന്നത്. രവിയുടെ നല്ല മാസ് ഡയലോഗും അതുപോലെ നമ്മുടെ സച്ചിയുടെ സ്നേഹപ്രകടനം രണ്ടും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നാളത്തെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.